ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്നൊരു വീഡിയോ 40 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്രോസ് കട്ടിംഗ് അല്ല, സാധാ കട്ടിങ്ങിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തുണിയെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ താവിൽ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു. നമ്മൾ തുണിയെ കറക്റ്റ് ചെയ്യുകയാണ്, ക്രോസിംഗ് ഒക്കെ മാറ്റുകയാണ്. തുണിയുടെ അടിവശത്തുണ്ടാകുന്ന കട്ടിങ്ങിൻ്റെ ക്രോസിംഗ് ഒക്കെ മാറ്റി കറക്റ്റ് വെക്കുക. നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അല്പം മാറ്റി അവിടെയും 16 ഇഞ്ച് കറക്റ്റിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു മാർക്കുകളെ നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തകലമാണ് വെക്കുന്നത്. 3 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം വെക്കുന്നത്, 3 ഇഞ്ച്. അതുപോലെ തന്നെ 3 ഇഞ്ചിൽ താഴ്ത്തി ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു. ഈ ഒരു മാർക്കുകളെ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഷോൾഡർ വെക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്, ടോട്ടൽ 6 ഇഞ്ച്. അതേ 6 ഇഞ്ച് തന്നെ ഇതുപോലെ താഴ്ത്തി മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ റെഗാളിൻ്റെ കൈക്കുഴിക്ക് വേണ്ടിയുള്ള ഇറക്കവും വെക്കുന്നത്. ഇങ്ങനെ ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മൾ നമ്മുടെ ബോഡി അളവ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു 1.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാണ്. 40 ഇഞ്ചാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 44 ഇഞ്ച് കിട്ടും. 44ൻ്റെ 4/1 11 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1.25 ഇഞ്ച് നമ്മൾ തുന്നത്തുണിക്ക് വേണ്ടി ഇടുന്നു. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള ലൂസ് 33.5 ഇഞ്ചാണ്. 33.5യുടെ 4/1 8.25 പോയിന്റ് വരും. അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 9 പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 1.25 ഇഞ്ച് തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലുള്ള തുന്നത്തുണിക്ക് വേണ്ടി നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഉണ്ടോ? ഇനി ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ആ ഒരു കോർണിൽ നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കേട്ടോ, നമ്മുടെ മാർക്കിൽ നിന്ന് ഒരു പോയിന്റ് പുറത്തേക്ക് റൗണ്ട് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലൂടെ റഗാള് റൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ കേട്ടോ ഇറക്കിയാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഇതിലൂടെയാണ് കട്ടിങ് തുടങ്ങുന്നത്. കഴുത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുപോലെ കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ? അതിനുശേഷം ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ താവിലും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാൾ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മുടെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. കാരണം നമുക്ക് ഫ്രണ്ട് തീരെ അടിക്കുവാനുള്ളതാണത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് വെച്ചിരിക്കുന്നത് 3 ഇഞ്ചാണ്. എന്നാൽ നമുക്ക് ഇവിടെ അത് 3.25 ഇഞ്ച് കിട്ടണം. കാരണം 1/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് പീസും അതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ കറക്റ്റ് കണ്ടോ നമുക്ക് 3.25 ഇഞ്ച് കിട്ടണം. അവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. തുണി തെന്നി മാറി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് 2 സൈഡിലും മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസിൽ കൂടുതൽ വെക്കുന്നു ഇതുപോലെ. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നത്.
അതിനുശേഷം നമ്മൾ ഇതിന് 2.5 ഇഞ്ചാണ് നമ്മുടെ ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മുടെ ആളുടെ ബ്രസ്റ്റിനനുസരിച്ചാണ് നമ്മുടെ ഡാർട്സ് മാർക്ക് ചെയ്യുന്നത്. ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിവിടെ 3 ഇഞ്ച് വരെ വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് കഴുത്തിറക്കം മാർക്ക് ചെയ്യുകയാണ്. ഫ്രണ്ട് കഴുത്തിറക്കം 5.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ട് ചെയ്യുകയാണ്. ഇവിടെ സൈഡ് കോണിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിൻ്റെ ഷേപ്പ് കൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അല്പം ഇതുപോലെ കണ്ടോ പുറത്തേക്ക് അല്പം ഒരു പോയിന്റ് കൂടുതൽ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളൊരു 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി 4.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്ത് വെക്കുന്നു ഇവിടെ. കാരണം നമുക്ക് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഒരു പോയിന്റ് പുറത്തേക്ക് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിലൂടെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസിനെ കറക്റ്റ് ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അതേ സ്ഥലത്ത് കൂടെ തന്നെ കറക്റ്റ് ഫ്രണ്ട് പീസും അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മളിവിടെ കണ്ടോ ഇവിടെ വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരളവ് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു ബാക്ക് പീസിനെ ഇനി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് മെയിൻ ഡാർട്സിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ വൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും ഇതുപോലെ വിട്ടതിന് ശേഷം ഇങ്ങനെ ടേപ്പിനെ പിടിക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ പിടിക്കണം. കാരണം നമ്മുടെ ഇനി നമ്മൾ കണ്ടോ ഇവിടെ നമുക്ക് അല്പം കുറവായിരിക്കും. കാരണം നമ്മൾ ഇത് ഒരു പോയിന്റ് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കുത്തനെ തന്നെ പിടിക്കുക. അതിനുശേഷം ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ഡാർട്സിന് വേണ്ടി നമ്മൾ 9.25 ഇഞ്ചാണ് ഇറക്കുന്നത്. അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. 9.25 ഇഞ്ചാണ്. കണ്ടോ, ഇതുപോലെ തന്നെ ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മളത് 3.25 ഇഞ്ച്, ഇവിടെ 4.25 ഇഞ്ച്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കും. ഇവിടെ നമ്മൾ സ്കെയിലൊന്നും വെച്ച് വരയൊന്നുമില്ല. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഉണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ബാൻഡിൻ്റെ അളവ് നമ്മുടെ ബ്ലൗസിൻ്റെ താവിലുള്ള അളവ് 33.5 ഇഞ്ചാണ്. അപ്പോൾ 8.25 പോയിൻറ്റും. അപ്പോൾ നമ്മൾ താവിൽ അതുപോലെ ഫ്രണ്ടിൽ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് തുന്നി കൂടി വെച്ചതിന് ശേഷം നമ്മളൊരു 1.25 ഇഞ്ചിൽ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിത് അല്പം ഷേപ്പ് ചെയ്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. നേരെ കുത്തനെ കട്ട് ചെയ്യില്ല. കാരണം നമ്മൾ മുകളിലേക്ക് വരുന്നതോറും നമ്മുടെ ബ്ലൗസിൻ്റെ ലൂസ് കൂടി വരും. അപ്പോൾ കുത്തനെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് താവിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമുക്ക് ഫ്രണ്ട് ഭാഗമൊക്കെ മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു പീസിൽ നിന്ന് നമ്മളിതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളത് മടക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡാർട്സിന് വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കിൽ നിന്ന് 2 വശത്തേക്കും 1.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുക. ഇത് 3 സ്ഥലത്തും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്നും 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ആ ഒരു ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ്, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, കറക്റ്റ് പോയിന്റിലേക്ക് ചെയ്യാൻ പാടില്ല. 2 സൈഡിലേക്കാണ്, 2 സൈഡിൽ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ റഗാള് കണ്ടോ നമ്മളൊരു 1.25 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് റഗാൾ കണ്ടോ ഫ്രണ്ട് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്.
നമുക്കിവിടെ ആ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ പീസാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്കിതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഉണ്ടോ? ഇനി നമ്മൾ ഫ്രണ്ട് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇതിങ്ങനെ നേരെ വരഞ്ഞെടുക്കുന്നു. ഈ ഒരു മാർക്കിൻ്റെ അകലം നമുക്കൊരു 3 ഇഞ്ചൊക്കെ വെക്കാം. കണ്ടോ? 3 ഇഞ്ച് വെക്കുന്നു. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഡാർട്സ് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു മാർക്കിനെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ? നമ്മുടെ റഗാൾ വശത്തേക്ക് വരഞ്ഞെടുക്കുന്നു. നമുക്കിനി ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കരിച്ചുകൊണ്ട് കത്രിക കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് നമുക്കവിടെ ഒരു അടയാളം വെക്കാം. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. കണ്ടോ? അതിനാവശ്യമുള്ള തുണിയിലേക്ക് നമുക്ക് ഇതുപോലെ ആദ്യം ഒരു മടക്ക് കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമതും ഒരു മടക്ക് കൊടുക്കുന്നു. നമ്മളിത് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ അടിവശത്തൊരു നമ്മുടെ മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ലൂസിന് വേണ്ടി റഗാൾ ലൂസിന് വേണ്ടി മാർക്ക് ചെയ്യാണ്. നമ്മുടെ ബോഡി മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, 37 കിട്ടും. അപ്പോൾ 37ൻ്റെ 4/1 9.25. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് 3.25 ഇഞ്ചിലാണ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടേപ്പിൽ ഇതുപോലെ ക്രോസ് പിടിച്ചുകൊണ്ട് ഇവിടെയും 3.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ? ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ കൈയുടെ താവിലുള്ള ലൂസ് 12 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6 ഇഞ്ച്. അപ്പോൾ അവിടെ 1.25 ഇഞ്ച് നമ്മൾ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. കണ്ടോ? അതിനുശേഷം നമ്മളിങ്ങനെ സ്ലീവിനെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയുന്നു. കണ്ടോ? ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പ് റൗണ്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസിനെ കറക്റ്റ് കണ്ടോ? നമ്മുടെ ഇതുപോലെ നമ്മുടെ തുണിക്ക് വേണ്ട മുകളിൽ തുണിക്ക് വേണ്ട 1/2 ഇഞ്ച് നമ്മളിവിടെ കറക്റ്റ് മുകളിലേക്ക് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ? നമ്മളിതുപോലെ കറക്റ്റ് പിടിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ? ഇവിടെയാണ് നമ്മുടെ ബോഡിയിലുള്ള മാർക്കിംഗ് വരുന്നത്. ഇവിടെയാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ റഗാൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തത്. ഇനി നമുക്കിത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഈ ഒരു ഇവിടെ മുകളിലും നമ്മൾ അതുപോലെ തന്നെ ഒരു 1.25 ഇഞ്ചൊക്കെ ഇവിടെ വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്കിംഗ് വരെ കട്ട് ചെയ്തെടുക്കുന്നില്ല. കണ്ടോ? ഇവിടെ വരെ മാത്രമേ നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് വശത്തും നമ്മൾ ഇവിടെ അല്പം ഈ ഒരു ഷേപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഇതിവിടെ മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.